ഞങ്ങളൊക്കെ ഈ വീട്ടിൽ ആരാ? DKയുടെ മരുമക്കൾ എന്നുള്ള പേരല്ലാതെ എന്താ ഞങ്ങൾക്കിവിടെ ഉള്ളത്? ഞങ്ങൾക്കല്ല ഞങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരണം. സ്വത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്താ ഇത്ര വലിയ ആലോചന? അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ ജീവിതം അവരുടേത് മാത്രമാണെന്ന് നിങ്ങളാണ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. നിങ്ങളവരെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു കൊടുത്തതൊക്കെ സത്യമാണ്. അത് നിങ്ങളുടെ കടമ മാത്രമാണ്. കടമകൾക്ക് പകരമായി ജീവിതകാലം മുഴുവൻ അവരെല്ലാം നിങ്ങളോട് വിധേയത്വമുള്ളവരായിരിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ഇതുപോലെ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ മസിലുപിടുത്തം കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇതെല്ലാ വീട്ടിലെയും പ്രശ്നങ്ങളാ ഹിറ്റ്ലറെ. എന്തിനാ എല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്നത്? അത് കൊടുത്തേക്ക്, അവര് സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. കണ്ണടയുന്ന കാലം വരെ മക്കളും മരുമക്കളും ഒക്കെ ഒപ്പം ഉണ്ടാവണമെന്ന അമ്മയുടെ ആഗ്രഹം. സ്വത്തുക്കളൊക്കെ കൈ കിട്ടിയ അവരൊക്കെ ഇവിടുന്ന് പോവും. അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമില്ലേ? ഇതെല്ലാം അവർക്കും കൂടി ഉള്ളത് തന്നെയാ. നീതി കാക്കുന്ന ഭൂതത്താൻ. നിങ്ങളെ കാണുമ്പോ എനിക്കിപ്പോ അതാ ഓർമ്മ വരുന്നത്. അവരുടെ കൊച്ചുങ്ങളെ കാണാനുള്ള അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം പോലും. സ്വന്തമായിട്ടൊരു കുഞ്ഞുകാല് കാണണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഇയാളെന്തൊരു മനുഷ്യനോ? എന്താ പറഞ്ഞത്? അല്ല, മരുമക്കളുടെ കുഞ്ഞുങ്ങളെ കാണണമെന്ന് മാത്രല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണണമെന്നും അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അല്ലാതെ ആരാ? പാവം. ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇത് അമ്മയുടെ ആഗ്രഹമല്ല, നിന്റെ മനസ്സിലിരിപ്പ. ബേക്കറിക്കാരിയുടെ അത്യാഗ്രഹം. ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാതെ കൊച്ചമ്മ ചമയാൻ നിൽക്കണ്ട. പിന്നെ എന്തിനാ എനിക്കിത് വാങ്ങി തന്നെ? ഏത്? ദേ ഈ സാരി. ഇത്രയും വിലയുള്ള പട്ടുസാരിയൊക്കെ ആരെങ്കിലും ജോലിക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുവോ? സാധാരണ ഭാര്യമാർക്കാ ഇങ്ങനത്തെ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന. അപ്പൊ ഉള്ളിൽ ഇഷ്ടമുണ്ടല്ലേ? മനസ്സിലായി മനസ്സിലായി. ജോലിക്കാരെ പോലും വീട്ടുകാരെ പോലെ കാണുന്നതാ അമ്മയുടെ ശീലം. നിന്നെ അമ്മ അങ്ങനെയാ കണ്ടിട്ടുള്ളത്. അമ്മ നിർബന്ധിച്ചു, ഞാൻ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഓ, അല്ലാതെ ഇതിന് വേറൊരു അർത്ഥവും കണ്ട് സന്തോഷിക്കണ്ട. ഒരു കാര്യമില്ല, നിരാശപ്പെടുകയുള്ളൂ. ജോലിക്കാരി എന്നും ജോലിക്കാരി തന്നെ. മനസ്സിലായോടി ബേക്കറിക്കാരി? ഒരു സാരി പുരാണം കൊണ്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ജോലിക്കാർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് വെറുതെയല്ല. ഇതുപോലെ തലയെ കയറിയിരുന്ന് നിരങ്ങും മനുഷ്യനെ കെടുത്താനായിട്ട്. തന്നെ ഞാൻ കാണിച്ചു തരാടോ ഹിറ്റ്ലറെ. ജോലിക്കാരിയെ പോലും പോത്ത്, തനി കാട്ടുപോത്തും. മൈ ലിറ്റിൽ കണ്ണ, ഈ വെഡിങ് ആനിവേഴ്സറി ബ്യൂട്ടിഫുൾ ആവാൻ നീ ഹെൽപ്പ് ചെയ്തേ പറ്റൂ.
കണ്ണ, ഗോപികമാരുടെ എല്ലാ മനസ്സിൽ ലവ് നിറച്ചവനല്ലേ നീ? എന്നിട്ടും നീ എന്താ എന്റെ മോന്റെ മനസ്സില് ജ്യോതിയെ കുറിച്ച് ലവ് തോന്നിപ്പിക്കാത്തത്? അമ്മയുടെ പ്രാർത്ഥന കൊള്ളാം. പക്ഷേ ടീക്കയുടെ ലവ് അത് മാത്രം നടക്കത്തില്ലെന്ന് പാവ അമ്മ അറിയുന്നില്ലല്ലോ കണ്ണ. അവളൊരു പാവം ഗേളാണ് കണ്ണ, വെരി വെരി പൂവർ ഗേൾ. അവളെ എന്റെ മോൻ ലവ് ചെയ്തേ പറ്റൂ. പ്ലീസ് ഹെൽപ്പ് മീ കണ്ണ. ദേ, ഇല്ലെങ്കിൽ ഈ മദർ പിണങ്ങും കേട്ടോ. അത് ശരി. അമ്മ ഇപ്പോ കണ്ണനോടും പിണങ്ങി തുടങ്ങിയോ? ദേ, ഇങ്ങനെയാണെങ്കി പാവം കണ്ണൻ പെട്ടുപോകത്തേ ഉള്ളേ. ബേട്ടി, എല്ലാം നിനക്ക് വേണ്ടിട്ടാ. അതെ, കല്യാണം കഴിഞ്ഞിട്ടേ കൊല്ലം 1 ആയി. ഇനിയും അവനെ വരുതിയിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതെ നിന്റെ മാത്രം കുഴപ്പം. എടി, നീ അങ്ങോട്ട് കയറി ലവ് ചെയ്താ മതി. അതിന് അമ്മയുടെ മോന്റെ മനസ്സിൽ നിന്ന് ആ സുപ്രിയ ഒന്ന് ഇറങ്ങി പോണ്ടേ? എന്നെ ആ മുറി കിടത്തുന്നത് തന്നെ അമ്മ നിർബന്ധിച്ചിട്ടാ. ലവ് ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ പിന്നെ അത് മതി. ആ ഹിറ്റ്ലറെ ഈ വീട് ഇളക്കി തല കുത്തി വെക്കും. രക്ഷയില്ലമ്മേ. അമ്മയുടെ മോനെ നേരെയാക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നേയില്ല. നടക്കും. അതെ, ഞാനും എന്റെ ലിറ്റിൽ കണ്ണനും കൂടെ ചില പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പ്ലാനിങ്? എന്ത് പ്ലാനിങ്? അതൊക്കെ നീ ആ സമയത്ത് അറിഞ്ഞാ മതി. അത്രയ്ക്ക് സസ്പെൻസാ? യെസ്, ഗ്രേറ്റ് സസ്പെൻസ്. പ്ലാനിങ് ഒക്കെ കൊള്ളാം. അവസാനം സസ്പെൻസ് ത്രില്ലർ ആവാതിരുന്നാ മതി. അതൊക്കെ മൈ ലിറ്റിൽ കണ്ണൻ നോക്കിക്കൊള്ളു. നീ അവനെ ലവ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റന്നേ. ഞങ്ങളോ? ആ, ഞാനും എന്റെ ലിറ്റിൽ കണ്ണനും. അല്ല ബേട്ടി, വേർ ഇസ് യുവർ ഹസ്ബൻഡ് മിസ്റ്റർ ഹിറ്റ്ലർ? സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗോ? സ്ലീപ്പിംഗ്. അമ്മ പ്രാർത്ഥിക്കും. ഞാൻ ഹിറ്റ്ലർക്ക് ടീ കൊണ്ട് കൊടുത്തിട്ട് വരാം. അല്ലേ, അവനോട് വേഗം ടെമ്പിളിൽ പോകാൻ റെഡിയാകാൻ പറയണം. നീയും വരണം. അയ്യോ, അത് വേണോ അമ്മ? ഐ ടെൽ യു ഒബേ. യു അണ്ടർസ്റ്റാൻഡ്? ഗോ ഗോ ഗോ. മൈ സ്മോൾ കണ്ണ, ദേ എന്റെ കൂടെ നിന്നേക്കണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ.
ഞാനോ? ഞാൻ എന്ത് കാണിച്ചതാ? ചായ കൊണ്ടുതരാൻ വന്നപ്പോ നിങ്ങൾ എന്റെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്ത് കാണിച്ചു? ഡാൻസ് കളിച്ചു? അപ്പൊ ഈ ഹിറ്റ്ലറിന്റെ ഉള്ളിലും പ്രേമൊക്കെ ഉണ്ടല്ലേ? അനാവശ്യം പറയരുത്. ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? അത് ശരി. എന്തായിരുന്നു സ്വപ്നം? ഇങ്ങനെ സ്വപ്നം കണ്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാലേ ഞാൻ പിന്നെ എന്ത് ധൈര്യത്തിൽ ഈ റൂമിൽ കിടന്ന് ഉറങ്ങും എന്റെ ഹിറ്റ്ലറെ? ഇന്ന് ഡാൻസ് കളിച്ചു, നാളെ ഇനി എന്തൊക്കെ ചെയ്യില്ലെന്നാ. നിന്നോടിപ്പോ ചായ കൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞോ? അതുള്ള എന്നും ഞാൻ ഇങ്ങനെയല്ലേ ചായ കൊണ്ടുവരുന്നത്? ഇനിയെങ്കിലും മുറിയിലേക്ക് ചോദിക്കാതെ വരരുത്. മിനിമം വാതുക്കളിൽ നിന്നൊന്ന് മുട്ടിയിട്ട് വരാനുള്ള മാന്യത കാണിക്കണം. മനസ്സിലായി ബേക്കറിക്കാരി? ഞാനേ നിങ്ങളുടെ ഭാര്യ. ഭർത്താവിന്റെ മുറിയില് വാതില് മുട്ടിയിട്ട് വരേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഭാര്യ അതെങ്ങനെ? വല്ല കാട്ടുമൂലയിലും കിടന്നവളോട് മാനേഴ്സ് എന്താണെന്ന് പറഞ്ഞാ എങ്ങനെ മനസ്സിലാവാനാ? ഓ, അങ്ങനെ നിങ്ങൾ എന്നെ മാനേഴ്സ് പഠിപ്പിക്കാനൊന്നും വരണ്ട. ആഹാ, വാട്ട് ഈസ് ദിസ് മൈ സൺ? എന്താ പ്രോബ്ലം? നിങ്ങൾ എന്തിനെങ്ങനെ വഴക്കിടുന്നത്? വഴക്കിടാൻ എന്നുള്ള ഓരോ കാരണം ഉണ്ടാക്കുമല്ലോ. അയ്യടാ, അമ്മ എന്റെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചിട്ട് പറയാ ഞാൻ വഴക്കുണ്ടാക്കിയെന്ന്. ഇല്ലാത്ത പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ആരില്ലാത്ത കാര്യം പറഞ്ഞു? സത്യമായിട്ടും അമ്മ ഹിറ്റ്ലർ എന്റെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ചു. എന്തൊരു ഫാമിലിയാ ഇത്? മൈ സൺ, ദിസ് ഈസ് ടു മച്ച്. അതും ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? അതും മറന്നോ? യു ആർ വെഡിങ് ആനിവേഴ്സറി ഡേ. മൈ സൺ, ബേട്ടി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. രണ്ടാളും കൂടെ കടിച്ചു കീറാൻ നിൽക്കണ്ട. ഗെറ്റ് റെഡി. രണ്ടുപേരും വേഗം റെഡി ആയിട്ട് വാ. അമ്പലത്തിൽ പോണം. ഞാനൊന്നും വരുന്നില്ല. നോ, ദിസ് ഇസ് മൈ തീരുമാനം. ഐ ടെൽ യു ഒബേ. ഓക്കെ? വേഗം റെഡി ആയിട്ട് ഇങ്ങ് വന്നേക്കണം. ബേട്ടി, കം ഫാസ്റ്റ്. ഓക്കെ? ശരി അമ്മ. നീ എന്തിനാ അമ്മയോട് പറയുന്നത്? അമ്മ പറഞ്ഞ കേട്ടല്ലോ, ഇന്നത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് ചേട്ടൻ ഈ ചായ കുടിച്ചിട്ട് വേഗം റെഡിയാവാൻ നോക്ക്. ഞാനും റെഡി ആയിട്ട് വരാം. ഇത് സത്യമാണോ താരെ? ഡേക്ക് അങ്ങനെ ചെയ്യോ? അതോ അവളുടെ കൂടെ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ മായേച്ചി. അവൾ എന്തോ ചെയ്ത് ഡി കെ മയക്കിയിട്ടുണ്ട്. എനിക്കത് ഉറപ്പായി. അപ്പോ അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മയെ കൊണ്ട് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യിച്ചതും അവള് തന്നെയായിരിക്കും. അവൾ ഒറ്റ ഒരുത്തി കാരണവാ പ്രോപ്പർട്ടി ഭാഗമേക്കൽ നടക്കാതിരുന്നത്. അവളല്ലല്ലോ, അമ്മയല്ലേ എതിർത്തത്. മായേച്ചി എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അമ്മ എതിർത്തതൊക്കെ അവളുടെ പ്ലാനിങ് തന്നെയാ. അവള് പറയുന്നതല്ലേ അമ്മ കേക്കൂ. ഡി കെ മനസ്സുകൊണ്ട് സമ്മതിച്ചതാ. അതിനിടയില് അമ്മ വന്ന് കയറിയത് ആകെ കുഴപ്പമായത്. നമ്മളെ കുഴപ്പത്തിലാക്കിയിട്ട് അമ്മ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നു. ഇത് നടക്കരുത് മായേച്ചി. എങ്ങനെയെങ്കിലും ഈ വെഡിങ് ആനിവേഴ്സറി മുടക്കണം. മായേച്ചി എന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞ മായേച്ചി. ഒരു വർഷം ഡി കെ ചതിച്ചു കല്യാണം കഴിച്ച് അവൾ ഈ വീട്ടിൽ കയറിയിട്ട് ഒരു വർഷമാകുന്നു. ഇതിനിടയില് പലവട്ടം ഡി കെ അവളെ ഇവിടെ ഇറക്കി വിട്ടു.
എന്നിട്ടും പോയതിനേക്കാൾ വേഗത്തിൽ ഓരോ തവണയും അവൾ തിരിച്ചു വന്നു. ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. അവള് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ഭീഷണിയായി വളർന്നു. ഇനി ഈ വെഡിങ് ആനിവേഴ്സറി കൂടി കഴിഞ്ഞാ പിന്നെ ഒരിക്കലും അവൾ ഇവിടുന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് നടക്കരുതെന്ന്. ഇല്ലടി, എന്ത് സംഭവിച്ചാലും ഈ വെഡിങ് ആനിവേഴ്സറി ഞാൻ മുടക്കിയിരിക്കും. ഈ അമരാവതിയിൽ നമുക്ക് മേൽ ഒരധികാരവും സ്ഥാപിക്കാൻ അവളെ നമ്മൾ സമ്മതിക്കില്ല. അഥവാ ഇത് നടന്ന പണ്ടത്തെ പോലെ അല്ല. DKയും അവളും പരസ്പരം അടുക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ഒരുങ്ങട്ടെ. ഒരുക്കങ്ങളെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് ഈ മായ കാണിച്ചു കൊടുക്കാം. മാഡം ആകെ സമനില തെറ്റിയ അവസ്ഥയില്ല. ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ച് മാഡത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും തമ്പി? അവരുടെ സകല സമാധാനവും കെടുത്തിക്കളയാൻ തക്ക ഉഗ്രശേഷിയുള്ള ബോംബല്ലേ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വന്ന് നിൽക്കുന്നത്. തെന്നിന്ത്യൻ സിനിമയിലെ മകളുടെ താരാണിപ്പട്ടം നഷ്ടപ്പെട്ടാ പിന്നെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ പത്രക്കാരെയും ചാനലുകാരെയും കൊണ്ട് തോറ്റു. പിന്നെ ഒരു കാര്യമില്ലാതെ ഗോസിപ്പ് മാത്രം എഴുതുന്ന ചില ഓൺലൈൻ മീഡിയക്കാരുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ സാറേ അവര് മകളെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. ഇപ്പൊ തന്നെ അങ്ങും ഇങ്ങും ചില വാർത്തകളൊക്കെ വന്നു തുടങ്ങി. അതേ ചൊല്ലി അമ്മയും മകളും വഴക്കിടുക വരെ ചെയ്തു. അതെന്തിന്? അവർ തമ്മിൽ എന്തിനാ വഴക്കിട്ടത്? പറ തമ്പി, ആ പെണ്ണിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല സാറേ. പക്ഷേ അന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് ശിവയെ കണ്ടതും DKയുമായി വഴക്കിട്ടതും മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മകൾ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞു. അത് ശരി. അപ്പോ മാഡം പറഞ്ഞ കഥയ്ക്ക് ഒരു മറുവശം ഉണ്ട് അല്ലേ തമ്പി? അതൊന്നും എനിക്ക് അറിയത്തില്ല സാർ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. പക്ഷേ ഒന്നറിയാം, മകൾക്ക് വേണ്ടി മാത്രമാണ് ആ അമ്മ എന്ന് ജീവിക്കുന്നത്. ആ മകള് അമ്മയോട് വഴക്കിട്ട് മിണ്ടാതിരുന്നാ പിന്നെ അവർക്ക് ടെൻഷൻ അടിക്കാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റൂ? തമ്പി, ഞാനൊരു പോലീസുകാരന്. ഒരു കാര്യം കേട്ടാ കേൾക്കുന്നതിന് 1000 മടങ്ങ് വേഗതയിൽ അതിന്റെ അകവും പുറവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാ കേരള പോലീസിന്റെ ട്രെയിനിങ്. SKയുടെ കാര്യത്തില് അവര് ചെയ്തിരുന്ന പലതും മകളുടെ സമ്മതത്തോടുകൂടി ആയിരുന്നില്ല അല്ലേ തമ്പി? സാറേ, മാഡം പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. അല്ലാതെ അതൊക്കെ എന്തിനാണെന്നോ ഏതിനാണെന്നോ ഞാൻ ചോദിക്കാറില്ല. ഇതിപ്പോ മാഡം ആകെ അപമാനിക്കപ്പെട്ടു പോയില്ലേ? അതിന് പരിഹാരം കണ്ടേ പറ്റൂ. ആരോടെങ്കിലും എന്തെങ്കിലും പക തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനം കണ്ടേ മാഡം അടങ്ങും. അതാ സ്വഭാവം. പരിഹാരമൊക്കെ നമുക്കുണ്ടാക്കാം. പക്ഷേ കാണേണ്ടതുപോലെ തന്നെ കണ്ടിരിക്കണം. സാറിന് എത്ര പണം വേണമെങ്കിലും മാഡം തരും. പണത്തിന്റെ കണക്ക് പറഞ്ഞ് എന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കല്ലേ തമ്പി. ഇത് എനം വേറെയാ. സാറിന് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് താൻ എനിക്ക് ആ സിനിമാ നടി ഒന്ന് പരിചയപ്പെടുത്തി തരണം. അല്ല അത് പിന്നെ അല്ല അതെന്തിനാണ് സാർ? മാഡമായിട്ടില്ലേ സാറിന് ഡീല്? ഡീലൊക്കെ മാഡമായിട്ട് തന്നെ. പക്ഷേ എനിക്ക് ആ പെണ്ണിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സാർ അത് മാഡത്തിനോട് പറയാതെ. ആര് പറഞ്ഞോളൂ തന്റെ മാഡം അറിയണ്ടെന്ന്? അവരുടെ സാന്നിധ്യത്തിൽ തന്നെ മതി ഈ കൂടിക്കാഴ്ച. പോരെ?